നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ട്രെയിലർ കണ്ടിട്ട് തന്നെ ഫ്ലോപ്പ് ആകുമെന്ന് ആളുകൾ പ്രഡിക്റ്റ് ചെയ്ത ചില സിനിമകളെ പറ്റിയാണ്. ഇത്തരത്തിലുള്ള മുഴുവൻ സിനിമകളും ഫ്ലോപ്പ് ആയിട്ടില്ല. അത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് നോക്കാം. ലിസ്റ്റിലായിത്തേത് ബറോസ് എന്ന സിനിമയാണ്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ലാലേട്ടൻ തന്നെ ഡയറക്ട് ചെയ്ത ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു ബറോസ്. 150 കോടിക്കടുത്ത് ഈ ഒരു സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ബറോസ് സിനിമ കുട്ടികളെ ഫോക്കസ് ചെയ്തിറക്കിയ ഒരു സിനിമയാണ്. ബറോസ് സിനിമയുടെ പ്രൊമോ ടീസർ തന്നെ വലിയ രീതിയിൽ ട്രോളുകൾക്ക് കാരണമായി. അതിലെ ഡയലോഗ് ഡെലിവറി ആയിരുന്നു ഇതിനുള്ള പ്രധാന കാരണം. ബറോസ് സിനിമ റിലീസ് ആയതിനു ശേഷം വലിയ രീതിയിൽ ഫ്ലോപ്പ് ആവുകയും എയറിൽ കയറാനും കാരണം. എന്തൊക്കെയായാലും സിനിമയിലെ 3D എഫക്ട് അത്യാവശ്യം മികച്ചതായിരുന്നു. അടുത്തത് നമ്മുടെ ചിരഞ്ജീവിയുടെ സിനിമയാണ്. വരാൻ പോകുന്ന വിശ്വംഭര എന്ന സിനിമ ട്രെയിലർ കണ്ടിട്ട് ആദിപുരുഷിന്റെ വല്യപ്പനാവാനുള്ള എല്ലാ ചാൻസും ഈ ഒരു സിനിമയ്ക്കുണ്ട്. ഇതൊരു ഫാന്റസി സിനിമയാണ്. മാത്രവുമല്ല ചിരഞ്ജീവിയുടെ 156ാമത്തെ സിനിമയാണ്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് വിശ്വംഭരൻ എന്ന ഇങ്ങനെ ഒരു വ്യത്യസ്തമായ സിനിമയിൽ അഭിനയിച്ചത്. ഈ ഒരു സിനിമ പല ഹോളിവുഡ് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയ ഒരു സിനിമയാണ്. അവതാർ ഉണ്ട്, ആസ്ഗാർഡ് ഉണ്ട്, ആദിപുരുഷ് വരെ ഇൻസ്പയർ ആയിട്ടുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് 29 മില്യൺ വ്യൂസ് ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ നെഗറ്റീവ് റെസ്പോൺസ് ആണ്. ഇങ്ങനെ പോയാൽ ഇനി സിനിമ മികച്ചതാണെങ്കിലും ഫ്ലോപ്പ് ആയെന്ന് വരാം. അടുത്ത സിനിമയാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഈച്ച സിനിമയിലെ നായകനായ നാനിയുടെ വരാൻ പോകുന്ന ദി പാരഡൈസ് എന്ന സിനിമ. ഇതൊരു പാൻ ഇന്ത്യ സിനിമയാണ്. അനിരുദ്ധാണ് മ്യൂസിക്. ഇതിന്റെ ട്രെയിലറോ ടീസറോ അല്ല, ജസ്റ്റ് ഒരു ഗ്ലിംസ് പുറത്തുവിട്ടു. ഇതുവരെ ഇപ്പോൾ എയറിലാണ്. നായകന്റെ മാസ് ഇൻട്രോ ആരാണ് ഈ ഒരു സീൻ എഡിറ്റ് ചെയ്തതെന്ന് അറിയില്ല. ചുരുളി സിനിമയിലെ തങ്കനാണെന്ന് പലരും പറയും. എന്തൊക്കെയായാലും ഈ ഗ്ലിംസ് തന്നെ എയറിലാണ്. ഒരുപക്ഷെ ഈ ഒരു സിനിമ വിജയിക്കാം, വിജയിക്കാതിരിക്കാം. നിലവിൽ ഇപ്പോൾ നെഗറ്റീവ് റെസ്പോൺസ് ആണ്. അടുത്ത സിനിമയാണ് അക്ഷയ് കുമാർ നായകനായ സെൽഫി എന്ന സിനിമ. മലയാളത്തിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയായ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമയുടെ ഹിന്ദി റീമേക്ക് ആയിരുന്നു സെൽഫി എന്ന സിനിമ. സിനിമയുടെ ട്രെയിലറിൽ തന്നെ പടം ഒരു 1.5 ബോംബാണെന്ന് അക്ഷയ് കുമാറിന്റെയും ഡയറക്ടറിന്റെയും ബ്രില്യൻസ് ഉണ്ടായിരുന്നു. അതാണ് ഈ ഒരു സീൻ. ഇതിൽ കാണിച്ചത് തന്നെ സംഭവിച്ചു. ഒരു 1.5 ബോംബായിരുന്നു. 100 കോടി ബഡ്ജറ്റിൽ വന്ന് 23 കോടിയാണ് തിരിച്ചു പിടിച്ചത്. ഈ ഒരു ബ്രില്യൻസ് ട്രെയിലറിൽ കാണിച്ചത് കൊണ്ട് തന്നെ ആർക്കും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നില്ല. എന്തൊക്കെയായാലും അക്ഷയ് കുമാറിന് ഈ ഒരു സിനിമ കൊണ്ട് ഒരു നേട്ടമുണ്ടായി. ഒരു ഗിന്നസ് റെക്കോർഡ് ലഭിച്ചു. 3 മിനിറ്റിൽ പ്രമോഷന്റെ ഭാഗമായി അക്ഷയ് കുമാർ 153 സെൽഫി എടുത്തു. അടുത്ത സിനിമയാണ് മമ്മൂക്കയുടെ ക്രിസ്റ്റഫർ എന്ന സിനിമ. ഈ ഒരു സിനിമയുടെ ട്രെയിലർ കാണാൻ തന്നെ ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. വളരെ കുറവ് വ്യൂസ് ആയിരുന്നു ഈ ഒരു ട്രെയിലറിന് കിട്ടിയത്. ഇതിന്റെ പിന്നിൽ ഒരു സ്റ്റോറിയുണ്ട്. ക്രിസ്റ്റഫർ സിനിമ ഡയറക്ട് ചെയ്തത് ബി ഉണ്ണികൃഷ്ണൻ എന്ന ഡയറക്ടറായിരുന്നു. ഇദ്ദേഹം ആരാട്ട് സിനിമ എടുത്തു. സിനിമയുടെ ട്രെയിലർ 50-50 ആയിരുന്നു. ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആറാട്ട് എന്ന സിനിമ വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. 30 കോടി ബഡ്ജറ്റിൽ വന്ന് 18 കോടി കളിച്ചു. പിന്നീട് ഇദ്ദേഹം ആ വർഷം തന്നെ മോൺസ്റ്റർ എന്ന സിനിമ എടുത്തു. സിനിമയുടെ ട്രെയിലർ കണ്ട് 70% ആളുകളും ഇത്തവണ ഫ്ലോപ്പ് ആണെന്ന് ഗസ് ചെയ്തു. ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തത് വൈശാഖായിരുന്നു. സ്ക്രീൻ പ്ലേ എഴുതിയത് ഇത്തവണ ഉദയകൃഷ്ണയാണ്. മോൺസ്റ്റർ എന്ന സിനിമയും വലിയ രീതിയിൽ ഫ്ലോപ്പായി മാറി. പിന്നീട് സ്ക്രിപ്റ്റ് എഴുതിയ മറ്റൊരു സിനിമയായിരുന്നു ദിലീപിന്റെ ബാന്ദ്ര എന്ന സിനിമ. 30 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 6 കോടിയാണ് കളക്ഷൻ നേടിയത്. OTT വരെ സിനിമ വാങ്ങിയത്. പിന്നീട് വീണ്ടും ഉണ്ണികൃഷ്ണ, ഉദയകൃഷ്ണ എന്നിവർ ഒന്നിച്ച ആറാട്ടിന് ശേഷമുള്ള മറ്റൊരു സിനിമയായിരുന്നു ക്രിസ്റ്റഫർ. ക്രിസ്റ്റഫർ സിനിമയുടെ ട്രെയിലർ തന്നെ പലരും കണ്ടില്ല. സിനിമ വലിയ രീതിയിൽ ഫ്ലോപ്പായി. എന്തൊക്കെയായാലും ഉണ്ണികൃഷ്ണ, ഉദയകൃഷ്ണ എന്നിവർ പണ്ട് കാലത്ത് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഡയറക്ടറും റൈറ്ററുമായിരുന്നു. ഇനി വരാനിരിക്കുന്നത് ഉണ്ണി മുകുന്ദന്റെ ബ്രൂസ്ലി എന്നൊരു സിനിമയാണ്. അടുത്ത സിനിമയാണ് കണ്ണപ്പ എന്ന സിനിമ. കണ്ണപ്പ സിനിമയുടെ ടീസറും സോങ്ങും വന്നിട്ടുണ്ട്. ഒരു സീരിയൽ ലെവൽ ക്വാളിറ്റിയാണെന്ന്, മോശം കളർ ഗ്രേഡിംഗ്, മോശം കോസ്റ്റ്യൂം ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ് പല നെഗറ്റീവുകളും ഈ ഒരു സിനിമയ്ക്ക് വരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലതൊക്കെ ശരിയാണ്. കണ്ണപ്പ എന്ന സിനിമ യഥാർത്ഥത്തിൽ ഒരു ശിവഭക്തനായ ക്യാരക്ടറിന്റെ കഥയാണ് പറയുന്നത്. കണ്ണപ്പ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരതത്തിലെ അർജുനന്റെ ഒരു പുനർജന്മമാണ്. ഒരു വേടനായിട്ടാണ് അർജുനൻ വീണ്ടും പുനർജനിച്ചത്. കണ്ണപ്പയെ സഹായിക്കാനായി ശിവന്റെ പല അവതാരങ്ങൾ വരുന്നു. ഇതിലൊന്നാണ് ലാലേട്ടന്റെ ക്യാരക്ടറും പ്രഭാസിന്റെ ക്യാരക്ടറും. സിനിമയിലെ കോസ്റ്റ്യൂം ചെറിയൊരു പ്രശ്നമാണെങ്കിലും ഈ ഒരു ക്യാരക്ടർ മികച്ചതാണ്. കണ്ണപ്പ എന്ന ക്യാരക്ടറിന് കയ്യിൽ ഒരുപാട് അസ്ത്രങ്ങളുണ്ട്. പക്ഷേ പാശുപത അസ്ത്രം ഇതൊരു പവർഫുൾ ആയ അസ്ത്രമാണ്. അത് ഉണ്ടായിരുന്നില്ല. ഇത് കിട്ടാൻ വേണ്ടി കണ്ണപ്പ തപസ് ചെയ്യുന്നു. ശിവന് വേണ്ടിയായിരുന്നു തപസ് ചെയ്തത്. കണ്ണപ്പയെ ഒന്ന് പരീക്ഷിക്കുവാൻ കിരാത എന്ന അവതാരമായി ശിവൻ വരുന്നു. ഒരു ദിവസം അർജുനൻ അഥവാ കണ്ണപ്പ വേട്ടയാടാൻ പോയപ്പോൾ കിരാതയും ആ ഒരു സെയിം മൃഗത്തെ വേട്ടയാടുന്നു. രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കമായി. പിന്നീട് രണ്ടുപേരും
രണ്ടുപേരും തമ്മിൽ യുദ്ധമായി. കണ്ണപ്പ എന്തൊക്കെ ചെയ്തിട്ടും കിരാതയെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. പിന്നീട് കണ്ണപ്പയ്ക്ക് അത് ശിവനാണെന്ന് മനസ്സിലാവും. പിന്നീട് ക്ഷമ ചോദിക്കുന്നു. ശിവൻ കണ്ണപ്പയ്ക്ക് പാശുപതാസ്ത്രം നൽകും. ഇതിൽ ശിവനായി അഭിനയിക്കുന്നത് അക്ഷയ് കുമാറാണ്. അക്ഷയ് കുമാറും ഈ ഒരു ക്യാരക്ടറിന് മാച്ച് ആവുന്നില്ല എന്ന് പറയുന്നു. ഒരുപക്ഷെ അത് ശിവന് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്ന മോഹിത് റെയ്ന പോലുള്ള നടന്മാർ ആദ്യമേ കണ്ടതുകൊണ്ടായിരിക്കാം. വരാൻ പോകുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയായ രാമായണ സിനിമയിൽ ശിവൻ ക്യാരക്ടറായി മോഹിത് റെയ്നയെ തന്നെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശിവനായി അഭിനയിക്കുവാൻ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ഇത്. കണ്ണപ്പ സിനിമ ഫ്ലോപ്പാകുമോ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കണ്ണപ്പ സിനിമയുടെ ഡയറക്ടർ ഇതിനു മുമ്പ് ഒരു സിനിമ പോലും ഡയറക്ട് ചെയ്തിട്ടില്ല. ആദ്യത്തെ സിനിമയാണ് കണ്ണപ്പ. അതുകൊണ്ട് നമുക്ക് മുൻകാല ഹിസ്റ്ററികൾ വെച്ച് ഫ്ലോപ്പാകുമോ എന്ന് പറയാൻ കഴിയില്ല. എന്തൊക്കെയായാലും സിനിമയ്ക്ക് ചെറിയ രീതിയിൽ ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആണ്. 1975 തെലുങ്കിൽ തന്നെ ഭക്ത കണ്ണപ്പ എന്ന സിനിമ ഇറങ്ങിയിട്ടു. ഇത് വലിയൊരു വിജയം നേടി. ഇതിൽ നിന്ന് ഇൻസ്പയർ ആയാണ് കണ്ണപ്പ സിനിമ എടുക്കുന്നത്. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് വെറും 100 കോടിയാണ്. പ്രഭാസ് ഈ ഒരു സിനിമയ്ക്ക് സാലറി വാങ്ങിയിട്ടില്ല, ലാലേട്ടനും വാങ്ങിയിട്ടില്ല. മികച്ച ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടാണ് ഇവരെല്ലാം തന്നെ ഈ ഒരു സിനിമ സെലക്ട് ചെയ്തത്. പക്ഷേ ഡയറക്ഷനിലാണ് കാര്യം. അക്ഷയ് കുമാർ ഈ ഒരു സിനിമയ്ക്ക് ചെറിയ സാലറിയെ വാങ്ങിയുള്ളൂ, 6 കോടി. അടുത്ത സിനിമയാണ് ഇന്ത്യൻ 2 എന്ന സിനിമ. ഇന്ത്യൻ എന്ന സിനിമ വളരെ വലിയൊരു വിജയം നേടിയ മികച്ച ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരു സെക്കൻഡ് പാർട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പലരും കരുതിയത് ഇന്ത്യൻ 1 അവസാനിച്ച ആ ഒരു ടൈമിൽ നടക്കുന്ന അങ്ങനെ ഒരു സ്റ്റോറിയാണെന്ന്. കാരണം ക്യാരക്ടറിന് നല്ല പ്രായവും. അപ്പോഴാണ് ശങ്കർ മൈദയിൽ മുക്കിയെടുത്തത് പോലെയുള്ള ഈ ഒരു പോസ്റ്റർ പുറത്തുവിട്ടത്. പല തമിഴ് യൂട്യൂബേഴ്സും എങ്ങനെയൊക്കെ ഡീകോഡ് ചെയ്തിട്ട് 2 ഫേസും തമ്മിൽ മാച്ച് ആവുന്നില്ല. അപ്പോൾ ഇവരെല്ലാം തന്നെ പുതിയൊരു കോൺസെപ്റ്റിലെത്തി. അതായത് ഒറിജിനൽ ക്യാരക്ടർ വയസ്സായി മരണപ്പെട്ടു, മകൻ മരിച്ചിട്ടില്ല. ഈ ഒരു മകൻ തന്റെ തെറ്റ് തിരുത്താനായി അച്ഛൻ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കുന്നു. അതായത് ഒറിജിനൽ ക്യാരക്ടറിന്റെ ഗെറ്റപ്പിൽ മകൻ വരുന്നു. ഡീകോഡേഴ്സ് ഗസ് ചെയ്ത ഈ ഒരു സ്റ്റോറി തന്നെ ശങ്കർ എവിടെയെങ്കിലും ഒന്ന് കേട്ട് ഇത് തന്നെ എടുത്തു വെച്ചിരുന്നെങ്കിൽ സിനിമ പിന്നെ ഹിറ്റായിരുന്നു. പക്ഷേ ശങ്കർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിലവിലെ ടൈമിലൈനിൽ നടക്കുന്ന 100 വയസ്സുള്ള താത്തയെ കൊണ്ടുവന്നു. എന്തൊക്കെയായാലും ട്രെയിലർ കണ്ടപ്പോൾ തന്നെ പടം ബോംബാണെന്ന് ആളുകൾക്ക് മനസ്സിലായി. അടുത്ത സിനിമയാണ് ആദിപുരുഷ് എന്ന സിനിമ. ആദിപുരുഷ് അനൗൺസ് ചെയ്തപ്പോൾ വളരെ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം എന്തെന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റ് 600-700 കോടി ബഡ്ജറ്റിൽ വരുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണെന്നാണ് പറഞ്ഞത്. ബാഹുബലിയുടെ ഡബിൾ ബഡ്ജറ്റ്. ഇതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആദിപുരുഷിന്റെ ഡയറക്ടറായ ഓം റാവുത്ത് ഇതിനു മുമ്പ് താനാജി എന്ന സിനിമ പിടിച്ചിരുന്നു. അജയ് ദേവഗനായിരുന്നു നായകൻ. 125 കോടി ബഡ്ജറ്റിൽ വന്ന് 365 കോടി ഈ ഒരു സിനിമ കളക്ഷൻ നേടി. ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തത് ഓം റാവുത്ത് അല്ല, അജയ് ദേവഗൻ തന്നെയാണെന്ന് പലരും പറയുന്നു. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത് ആദിപുരുഷിന് ശേഷമാണ്. താനാജി നോക്കിയാൽ അത്യാവശ്യം മികച്ചൊരു സിനിമയാണ്. ഇതിലെ VFX സീനിൽ ആന വരുന്നൊരു സീനുണ്ട്. ആ ഒരു സീനിൽ എന്തൊക്കെയോ തകരാറുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആദിപുരുഷ് എങ്ങനെയായിരിക്കുമെന്ന് ഇവിടെ നിന്ന് ഇദ്ദേഹം വലിയൊരു സൂചന നൽകിയതാണ്. ആരും ശ്രദ്ധിച്ചില്ല. പിന്നീട് ആദിപുരുഷിന്റെ ട്രെയിലർ കണ്ട് പ്രഭാസ് വരെ പേടിച്ചു പോയി. ഈ ഒരു പടം ബോംബാവുമെന്ന് എല്ലാരും പോലെ തന്നെ പ്രഭാസിനടക്കം തോന്നിയിരുന്നു. ഓം റാവുത്ത് ആയിരുന്നു സിനിമ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാസിനെ സമാധാനിപ്പിച്ചു. സിനിമ ഒരു പാൻ ഇന്ത്യൻ ബോംബായി മാറി. പിന്നീട് ഓം റാവുത്തിനെ ആരും കണ്ടിട്ടില്ല.